യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനം. ആ കിടക്കുന്ന കിടപ്പ് നിങ്ങൾ കണ്ടോ? നമ്മുടെ യൂട്യൂബർ ഷാജൻ സ്കറിയയാണ്. ഇന്ന് കുറച്ചു മുമ്പ് 3 യുവാക്കൾ വന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് തല്ലിയെന്നാണ് കേട്ടത്. ഏതായാലും ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനം. വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ഷാജനെ മർദ്ദിച്ചത്. ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് മർദ്ദനം. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്താണ് സംഭവിച്ചത്? മുമ്പാണ് സംഭവം. ഷാജൻ സ്കറിയ ഇപ്പോൾ മങ്ങാട്ടുകവലയിൽ നിന്ന് മർദ്ദനമേറ്റ ഷാജൻ സ്കറിയ ഇപ്പോൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമല്ല. ഇന്ന് വൈകിട്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരും വഴി ഒരു 3 അംഗ സംഘം ഇദ്ദേഹത്തെ കാറിൽ പിന്തുടരുകയായിരുന്നു. തുടർന്ന് ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഷാജൻ സ്കറിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് ഷാജൻ സ്കറിയയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മൂക്കിനുൾപ്പെടെ പരിക്കുണ്ട്. ഈ മർദ്ദിച്ച ആളുകളെ ഷാജൻ സ്കറിയ തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്ക് പോലീസിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാൻ സംഘം ഷാജൻ സ്കറിയുമായി നേരത്തെ ബന്ധപ്പെട്ട ഒരു തർക്കങ്ങളുണ്ടായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതേ തുടർന്നുള്ള പ്രകോപനമാണ് ഈ രീതിയിൽ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിലും ഷാജന് ഈ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് പോലീസിന് പ്രാഥമികമായി മൊഴി നൽകിയിരിക്കുന്നത്. വിശദമായൊരു മൊഴി അല്പസമയത്തിനകം ഈ പരിശോധനകൾ പൂർത്തിയായ ശേഷം തന്നെ രേഖപ്പെടുത്തും. ഗുരുതര പരിക്കല്ലെങ്കിൽ പോലും വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കുമെന്നാണ് തൊടുപുഴ പോലീസ് അറിയിച്ചത്. ഈ ഒരു കാര്യം ആര് ചെയ്താണെങ്കിലും ഉണ്ടല്ലോ, അതിന് ന്യായീകരിക്കാൻ പറ്റില്ല. അത് ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതിപ്പം പുള്ളിക്ക് കുറച്ചുകൂടെ ബൂസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പുള്ളിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഷർട്ട് ഇടാൻ പറഞ്ഞിട്ട് പോലും ഷർട്ട് പോലും ഇടാണ്ട് പോലീസ് ജീപ്പിലോട്ട് ഓടി വന്ന് എന്നെ കൊല്ലുന്ന എന്നെ കൊണ്ടുപോകുന്നതെന്ന് വിളിച്ച് പറഞ്ഞ ഒരു ഷോ കാണിച്ച മനുഷ്യനാണ് ഈ പറഞ്ഞ ആള്. അപ്പോൾ പുള്ളി ഇതൊരു ഷോ ആയിട്ട് തന്നെ കാണുള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ ചെറുതായിട്ട് അടിച്ചാലും വലുതായിട്ട് അടിച്ചാലും ആ അടിച്ചവന്മാരുടെ ബോധക്കേട് വിവരക്കേടിന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏത് വാർത്ത ചെയ്തതിൻ്റെ പേരിലാണെങ്കിലും പുള്ളിക്ക് ഇങ്ങനെ ഒരാളെ മേലുവേദനാക്കുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പം പുള്ളിയുടെ ചാനലിൽ പുള്ളിക്ക് തോന്നുന്നത് വിളിച്ച് പറയട്ടെ. അതിനിപ്പോൾ നമ്മൾ ആളെ പിന്നാലെ ഇടിക്കാനും പിടിക്കാനും പോയി കഴിഞ്ഞാൽ അതിനല്ലേ നേരം കാണുകയുള്ളൂ. പുള്ളി രാവിലെ ഒരു ന്യൂസ് കൊടുക്കും, വൈകിട്ട് വേറെ ന്യൂസ് കൊടുക്കും, രാത്രിയാകുമ്പോൾ പുള്ളി രണ്ടും അല്ലാത്ത വേറെ ന്യൂസ് കൊടുക്കും ഒരേ കാര്യത്തിന്. അത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് പുള്ളിയുടെ. പുള്ളി ഇന്നിപ്പം രാവിലെ എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയും, ഉച്ചയാകുമ്പോൾ പീഡിപ്പിക്കാൻ ട്രൈ ചെയ്തു എന്ന് പറയും, വൈകുന്നേരം ആകുമ്പോൾ പീഡിപ്പിച്ചിട്ടേ ഇല്ല എന്ന് പറയും, രാത്രിയാകുമ്പം 2 എണ്ണം പീഡിപ്പിച്ചു എന്ന് പറയും. ഈ രീതിയിലാണ് പുള്ളി എല്ലാ വാർത്തകളും കൊടുക്കാറുള്ളത്. അതിപ്പോൾ ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്കിയാലും പുള്ളിയുടെ വാർത്തകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഈ രാഹുലിൻ്റെ കാര്യം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അക്കാര്യത്തിൽ പുള്ളി അവസാനത്തെ പുള്ളിയുടെ നിഗമനം എന്ന് പറഞ്ഞാൽ രാഹുൽ പീഡിപ്പിച്ചിട്ടില്ല, ഇതെല്ലാം ഉണ്ടാക്കിയ കഥകളാണെന്നാണ് പറഞ്ഞത്. അതല്ലാത്ത ഒരുപാട് വാർത്തകൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് രാത്രി വരെ വാർത്തകൾ ചെയ്യുന്ന ഒരാളാണ്. തിരിച്ചും മറിച്ചും ഒടിച്ചും മടക്കിയും വിഴുങ്ങിയും ഒക്കെ വാർത്തകൾ ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഇയാളെ പിടിച്ച് പിടിക്കുക എന്നൊക്കെ ചെയ്ത് തന്നെ അയാൾക്ക് കുറച്ചുകൂടെ അയപ്പ് കിട്ടും. നിങ്ങൾക്കെതിരെ കേസ് വരും. പിടിക്കാൻ നമ്മുടെ കേരള പോലീസാണ്. ഇപ്പം 3 പേര് നിങ്ങൾ പിന്നാലെ നടന്ന ആളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പൊക്കാനുള്ള കഴിവുള്ള പോലീസുകാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ഒരാളെ മേലുവേദനാക്കിയിട്ടൊന്നും പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അയാളെ അടയ്ക്കാൻ, അയാളുടെ എന്നല്ല ആരുടെ അടയ്ക്കാനും നമ്മുടെ നാട്ടിലൊന്നും പറ്റില്ല. നിങ്ങൾ വല്ല നോർത്ത് ഇന്ത്യയിലോ അല്ല വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ നമ്മുടെ ഗോദി മീഡിയ പോലത്തെ മീഡിയസിൻ്റെ ഒക്കെ എതിരുള്ള മീഡിയ ആണെങ്കിൽ അവർ അടപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞ നാട്ടിൽ അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്, എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഒരാളെ ഡിഫെയിം ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ഇല്ലാത്ത കഥകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോർട്ടിൽ പോവാം, കേസിന് പോവാം, പല കാര്യങ്ങൾ അതിനുണ്ട്. പല രീതിയിൽ നിങ്ങൾക്ക് കേസ് മൂവ് ചെയ്യാം. ഡയറക്റ്റ് കോർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൂഫ് വിത്ത് അവിടെ പോയിട്ട് ചെയ്യാം, DGP ഓഫീസിലോട്ട് പോവാം, നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലോട്ട് പോവാം, അങ്ങനെ കുറേ സൈബറിലോട്ട് പോവാം. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഒരു 3-4 പേര് അയാളെ പിന്തുടർന്ന് അയാളെ അടിച്ച് പിടിച്ചതുകൊണ്ട് അയാൾക്ക് കുറച്ചുകൂടെ ഫെയിം കിട്ടി. ഇനി നിങ്ങളെ ഇതാരാണോ ചെയ്തത്, നിങ്ങളുടെ ന്യൂസ് ഏതാണോ എങ്കിൽ പുള്ളി അതിൻ്റെ പിന്നാലെ തന്നെ പോയിട്ട് ഇനി ഇല്ലതും ഇല്ലാത്തതും വിളിച്ച് പറയാനുള്ള ചാൻസസ് കൂടുന്നതേ ഉള്ളൂ ഇവിടെ. ഏതാണെങ്കിലും നമ്മളും യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ പല വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്കെതിരെ പലരും പല രീതിയിലുള്ള ത്രെട്ടും കാര്യങ്ങളും കമൻ്റായിട്ടും കോളായിട്ടും വാട്സപ്പ് മെസ്സേജസ് ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ ആ രീതിയിലെടുത്ത് അങ്ങനെ കണ്ട് ഒഴിവാക്കാറേ ഉള്ളൂ. പക്ഷേ ഒരാളെ മേല് കൈവെക്കുക, അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാൾ എത്ര വലിയ ചെറ്റാണെങ്കിലും വേണ്ടില്ല, ഓൻ പറയുന്ന ന്യൂസ് എത്ര വലിയ കള്ള ന്യൂസും കള്ളത്തരവും ചെറ്റത്തരവാണെങ്കിലും വേണ്ടില്ല, മേല് കൈവെക്കാനുള്ള ഒരു എന്താ പറയുക അധികാരം, അതല്ലെങ്കിൽ മേല് കൈവച്ചുകൊണ്ട് തിരുത്തുക എന്നുള്ളൊരു പരിപാടിയിലുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണേ, ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഏതായാലും കഷ്ടമായിപ്പോയി. കൈയും കാലൊക്കെ നല്ലോണം പിടിച്ചു ഒടിച്ചെന്ന് തോന്നുന്നുണ്ട്. കൈയൊക്കെ കണ്ടിട്ട് ചോരയൊക്കെ ഉണ്ട് മേല്. പിന്നെ വേറെ പുള്ളി ആ ഷോ കാണിക്കുന്ന അത്രയും വലിയൊരു സംഭവം ഉണ്ടോയെന്ന് അറിയില്ല. പുള്ളി ഒരു ഷോമാനാന്നുള്ളത് പണ്ട് നമ്മൾ ഷർട്ട് അയച്ച് പുള്ളി പോലീസിൻ്റെ കൂടെ പോയപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ മോശമായി ചെയ്തത് ആരാണെങ്കിലും വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്.